ഞാൻ നെയ്യാറ്റിൻകരയിലേക്കുള്ള യാത്രയിലായിരുന്നു. അവണാകുഴി ജംഗ്ഷനിലെത്തിയപ്പോൾ ഒരു ആക്സിഡൻറ്റ് കണ്ടു. വലിയൊരു ആക്സിഡൻ്റാണ്. അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ നെയ്യാറ്റിൻകരയ്ക്ക് പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ. ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. ഓട്ടോയിൽ ഇരുന്ന ആൾ മരണപ്പെട്ടു. ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. ബാക്കി ഒരാൾക്ക് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഇത് ഭയങ്കര KSRTC കൊണ്ട് വലിയ ശല്യമായിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ജീവനുകൾ ഇങ്ങനെ അപഹരിക്കുന്ന ഒരവസ്ഥയായിട്ടുണ്ട്. എന്നാലും ഒരു ജീവൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞാലേ ഇത്രയും സ്പേസ് ഉള്ള ഒരു ഓർഡർ എന്ത് ഇതായിരുന്നാലും വണ്ടി ബ്രേക്ക് പോയി കഴിഞ്ഞാൽ ഏത് വണ്ടി ആയിരുന്നാലും നമ്മളെ നിയന്ത്രണം വിടും. അപ്പൊ ഇത്രയും വലിയൊരു ആക്സിഡന്റ് ആണ് കേട്ടോ. ഒരാളുടെ ജീവിതമാർഗം പോയി, അവരുടെ വണ്ടി പൂർണ്ണമായിട്ട് ടോട്ടൽ ലോസിലോട്ട് പോയി. അത്രയും ഒരു അവസ്ഥയിലാണ്. 8:45 9 മണിക്കാണ്. അപ്പൊ 9 മണിക്കാണ് ആക്സിഡന്റ് നടന്നിരിക്കുന്നത് കേട്ടോ. ഈ വണ്ടി ഓടിച്ച ആളെ ഇവിടെ ഉള്ളതാണെന്നറിയാം. ഇവിടെ ഉള്ള തന്നെ അല്ലേ? ഒരു പ്രായമുള്ള ആളാ തന്നെ അല്ലേ? എന്തായാലും ഇതുപോലെ ആക്സിഡന്റ് ആണ് നേരത്തെ ആറാലുംമൂട് നടന്നതും. തമ്മിലുള്ള ഇടിയായിരുന്നു. ഈ വണ്ടി നെല്ലിമൂട് വെച്ച് കംപ്ലൈന്റ് ആയ വണ്ടി പുള്ളിക്കാരൻ നോക്കിയിട്ട് പിന്നെയാണ് വണ്ടി എടുത്ത്. അല്ലെ അവിടെ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. കാരണം ആറാലുംമൂട് ഒരു ആക്സിഡന്റ് നടന്ന കണ്ടില്ലേ? ഫേസ് ടു ഫേസ് ഇടിയായിരുന്നു. പല്ല് ഇപ്പടം വെച്ചളായിപ്പോ ഒരാളുടെ. വെയിറ്റ് ഷെഡ് അവിടുന്ന് ഈ വണ്ടിയുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് ഇവിടുന്ന് കട സഹിതം ഇടിച്ച് മൊത്തത്തിൽ കളഞ്ഞിരിക്കുകയാണ്. ഒരു തട്ടുകട വരെ ഇടിച്ച് കളഞ്ഞ് അതാണ് വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അത്രയും സ്പീഡിലാണ് വാഹനം വന്നത്. ബ്രേക്ക് പോയെന്നാണ്, ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള വണ്ടിക്കൊക്കെ ഫിറ്റ്നസ് ഉണ്ടോ ഇല്ലയോ എന്നൂടെ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. വളരെ വിഷമത്തോടെയാണ് പറയുന്നത്. 2-3 ദിവസമായിട്ട് ദുരന്തമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എന്തായാലും ഈ വണ്ടിയുടെയൊക്കെ 60 വയസ്സുള്ള ഒരാളാണ് മരണപ്പെട്ടതെന്ന് പറഞ്ഞു. കാരണം അവർ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് വണ്ടി കൊണ്ടിട്ട് സൈഡിലാണ്, റോഡിൽ നിന്ന് ഇറക്കിയാണ് പാർക്ക് ചെയ്തത്. അതിലേക്ക് ഇടിച്ച് കയറിയാണ് ഉണ്ടായത്. ബ്രേക്ക് പോയെന്ന് പറയുന്നു. ഇത്രയും വെയിറ്റ് ഷെഡിനകത്തേക്കാണ് വാഹനം ഇടിച്ച് കയറി. ഒരുപക്ഷെ ഇവിടെ ഇടിച്ചില്ലായിരുന്നെങ്കിൽ മറ്റൊരു വലിയ ആക്സിഡൻറ്റ് ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം. നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം അതേ രീതിക്കുള്ള ആക്സിഡൻ്റാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് വെയിറ്റ് ഷെഡിൽ വെയിറ്റ് ചെയ്ത ആളില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് വേറൊരു ദുരന്തത്തിൽ നിന്ന് ആൾക്കാർ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ നേരെ നെല്ലിമൂടിനും ബാലരാമപുരത്തിനും ഇടയ്ക്കുള്ള അവണാകുഴി എന്ന് പറയുന്ന സ്ഥലമാണ്. അവണാകുഴി ജംഗ്ഷനിലാണ്, ജംഗ്ഷനിലെ വെയിറ്റ് ഷെഡിലാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ഒരാൾ മരണപ്പെട്ടു. ഇനി ഇതിൽ ഈ വെയിറ്റ് ഷെഡിൽ ആരും കാത്തിരിപ്പുകാരില്ലാതിരുന്നത് എന്തുകൊണ്ടോ ഒരു ഭാഗ്യം എന്ന് പറയാം. അല്ലെ അവർക്ക് പൂർണ്ണമായിട്ടും വലിയ പരിക്കുകൾ സംഭവിക്കുമായിരുന്നു കേട്ടോ. ഇത് ഇടിയുടെ ആഘാതമാണ്. നിങ്ങൾക്ക് വാഹനം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ഞാൻ കൂടുതൽ വിസ്തരിച്ച് പറയേണ്ട കാര്യമില്ല. ഇതിൽ ഈ വാഹനത്തിൽ ഇരുന്ന ആളാണ് മരണപ്പെട്ടത്. കാരണം ഇത്രയും വലിയ സ്ക്വയർ പൈപ്പ് അതേ ശക്തിയോടുകൂടി അദ്ദേഹത്തിൻ്റെ തലയിലാണ് പതിച്ചിരിക്കുന്നത്. കറക്റ്റ് തലയിലാണ് പതിച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇതിലിരുന്ന ആൾക്ക് പരിക്കുകളാണുള്ളത്. ഒരാളാണ് ഫസ്റ്റ് വണ്ടിയിലിരുന്ന ആളാണ് മരണപ്പെട്ടത്. ഇതിലിരുന്ന ആൾ ഓടി രക്ഷപ്പെടുമായിരുന്നു. ഇത് ഓട്ടോ സ്റ്റാൻഡാണ് കേട്ടോ. ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ റോഡിലല്ല പാർക്ക് ചെയ്തിരിക്കുന്നത്. ഓട്ടോ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് പ്രത്യേക സ്ഥലം ഇനി ഉള്ളിലേക്കാണ് വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് വാഹനം ഈ പറയുന്ന ഈ വെയിറ്റ് ഷെഡിൻ്റെ ടോപ്പ് വന്ന് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത്. ഇത് വന്ന് പൂർണ്ണമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വീണിട്ടുള്ളത്. അത് കാഞ്ഞിരംകുളം സൈഡിൽ നിന്ന് വന്ന വാഹനമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ആ സൈഡിൽ നിന്ന് വന്ന വാഹനമാണ് അവിടെ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്.